നെക്സ്റ്റ് ടോപ്പിക്ക് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മൈക്രോവേവ് ഓവൻ. ഇപ്പോൾ ഡൊമസ്റ്റിക് അപ്ലയൻസസിനകത്ത് വരുന്ന മൈക്രോവേവ് ഓവൻ, അതിൻ്റെ വർക്കിങ്ങും ഡീറ്റെയിൽസും ഒക്കെയാണ്. മൈക്രോവേവ് ഓവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എൻ ഇലക്ട്രോണിക് കുക്കിംഗ് ഡിവൈസ് വിച്ച് യൂസസ് ദ എനർജി ഓഫ് മൈക്രോവേവ്സ് ടു കുക്ക്, പ്രിപ്പയർ ഓർ പ്രിസർവ് ദ ഫുഡ്. അപ്പോൾ ഫുഡ് കുക്ക് ചെയ്യാനും പ്രിപ്പയർ ചെയ്യാനും പ്രിസർവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് കുക്കിംഗ് ഡിവൈസാണ്. വിച്ച് യൂസസ് എനർജി ഓഫ് മൈക്രോവേവ്സ്. മൈക്രോവേവ്സിൻ്റെ ഹൈ ഫ്രീക്വൻസി വേവ്സ് ആയിട്ട് റേഡിയേഷനായിട്ട് വരുന്ന മൈക്രോവേവ്സിൻ്റെ എനർജി യൂസ് ചെയ്തുകൊണ്ടാണ് മൈക്രോവേവ് അവൻ വർക്ക് ചെയ്യുന്നത്. കുക്സ് ദ ഫുഡ് വിത്തൗട്ട് അപ്ലൈയിങ് ദ എക്സ്റ്റേണൽ ഹീറ്റ്. നമ്മൾ സാധാരണ സ്റ്റൗവിനകത്ത്, ഗ്യാസ് സ്റ്റൗവിനകത്തൊക്കെ ബർണറിൽ എക്സ്റ്റേണലി ഹീറ്റ് കൊടുത്തിട്ട് കുക്ക് ചെയ്യുന്ന രീതിയാണുള്ളത്. അപ്പം അതുപോലെ നമ്മൾ എക്സ്റ്റേണലി ഒരു ഹീറ്റ് അപ്ലൈ ചെയ്യാതെ ഫുഡ് കുക്ക് ചെയ്യുന്നൊരു രീതിയാണ് മൈക്രോവേവ് ഓവനകത്ത് വരുന്നത്. ഫങ്ഷൻസ് എന്ന് പറയുമ്പം മൈക്രോവേവ്സ് ആർ ഷോർട്ട് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഓഫ് റേഡിയോ ഫ്രീക്വൻസി എനർജി which would pass through materials such as the paper, glass and plastics. മൈക്രോവേവ്സ് എന്ന് പറയുന്നത്, മൈക്രോവേവ്സിൻ്റെ എനർജിയാണ് നമ്മളിവിടെ യൂട്ടിലൈസ് ചെയ്യുന്നത്. മൈക്രോവേവ്സ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. റേഡിയോ ഫ്രീക്വൻസി എനർജി റേഞ്ചിൽ വരുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. അപ്പോൾ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് നമ്മുടെ പേപ്പർ, അതുപോലെ ഗ്ലാസ്, പ്ലാസ്റ്റിക്, ഇതിലൂടെയെല്ലാം കടന്നു പോകാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. അപ്പോൾ അതിനകത്തൂടെ റേഡിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പേപ്പറിലൂടെയും ഗ്ലാസ്സിലൂടെയും പ്ലാസ്റ്റിക്കിലൂടെയൊക്കെ കടന്നു പോകാനായിട്ടുള്ള ഫെസിലിറ്റി ഉണ്ട്. അലുമിനിയം ആൻഡ് അതർ മെറ്റൽ ടെൻസ് ടു റിഫ്ലക്ട് ദി മൈക്രോവേവ്സ്, സോ ദേ ഷുഡ് നോട്ട് ബി യൂസ്ഡ് ഇൻസൈഡ്. അപ്പോൾ അലുമിനിയം അതുപോലെ മെറ്റൽ പോലെയുള്ള മെറ്റീരിയലുകളാണെങ്കിൽ മൈക്രോവേവ്സിനെ റിഫ്ലക്റ്റ് ചെയ്യും, അതുകൊണ്ടാണ് ഇൻസൈഡിൽ യൂസ് ചെയ്യാറില്ല. ആസ് ദ മൈക്രോവേവ് എനർജി എന്ന് പറയുമ്പം അപ്രോക്സിമേറ്റ്ലി ഫ്രീക്വൻസിയുടെ റേഞ്ച് എത്രയാണ്? 2450 മെഗാഹെർട്സ് റേഞ്ചിലാണ് മൈക്രോവേവ് എനർജി വരുന്നത്. ഇറ്റ് എൻറ്റേഴ്സ് ദ ഫുഡ് ആൻഡ് ദ മോളിക്യൂൾസ് അലൈൻ ദംസെൽസ് വിത്ത് ദ എനർജി. അപ്പോൾ ഈ ഹൈ ഫ്രീക്വൻസിയിൽ വരുന്ന മൈക്രോവേവ് എനർജി ഭക്ഷണത്തിൻ്റെ അകത്തോട്ട് കടക്കുന്ന സമയത്തേക്കും ഭക്ഷണത്തിലുള്ള മോളിക്യൂൾസ് ആ എനർജി കാരണം സ്വന്തമായിട്ട് അവർ അലൈൻമെൻറ്റ് നടക്കും. ഹൈ സ്പീഡ് ഓസിലേഷൻ ഓഫ് ദ മോളിക്യൂൾസ്, അതായത് ഈ മോളിക്യൂൾസിൽ മൂവ്മെൻറ്റ് നടക്കും, അത് സ്വന്തമായിട്ട് അലൈൻ ചെയ്യും. ഹൈ സ്പീഡ് ഓസിലേഷൻ ഓഫ് ദി മോളിക്യൂൾസ് കോസസ് ഫ്രിക്ഷൻ ബിൽഡപ്പ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ്. അപ്പോൾ ഈ മോളിക്യൂൾസ് ഹൈ സ്പീഡിൽ ഓസിലേഷൻ നടക്കുന്നതോട് കൂടിയിട്ട് ഈ മോളിക്യൂൾസിൻ്റെ ഇടയ്ക്ക് ഫ്രിക്ഷൻ ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്, thereby converting the microwave energy into heat. അപ്പോൾ ഫ്രിക്ഷൻ അവിടെ ബിൽഡപ്പ് ചെയ്യുന്ന സമയത്തേക്ക് അവിടെ മൈക്രോവേവിൻ്റെ ആ എനർജീനെ ഹീറ്റാക്കി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, വിച്ച് കുക്സ് ദ ഫുഡ്. അങ്ങനെയാണ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഹീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഫുഡ് കുക്ക് ചെയ്യണത്. മൈക്രോവേവ് എനർജി ഭക്ഷണത്തിൻ്റെ അകത്തോട്ട് കടക്കുന്നതോട് കൂടിയിട്ട് മോളിക്യൂൾസ് എല്ലാം അജിറ്റേറ്റഡ് ആയിരിക്കും. മോളിക്യൂൾസ് സ്വന്തമായിട്ട് അലൈൻ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ മോളിക്യൂൾസിൽ ഉണ്ടാകുന്ന ഹൈ സ്പീഡ് ഓസിലേഷൻ കാരണം മോളിക്യൂൾസിൻ്റെ ഇടയ്ക്ക് ഒരു ഫ്രിക്ഷൻ ബിൽഡപ്പ് ചെയ്യും. ഈ ഫ്രിക്ഷൻ മൈക്രോവേവ് എനർജീനെ ഹീറ്റാക്കി കൺവേർട്ട് ചെയ്യും. സോ ആ ഹീറ്റിലാണ് ഫുഡ് കുക്കാവുന്നത്. ഇനി അതിൻ്റെ ഓപ്പറേഷൻ സീക്വൻസ് എന്ന് പറയുമ്പം 3 സ്റ്റേജസ് ആണ് ഓവൻ്റെ ഓപ്പറേഷൻ്റെ അകത്ത് വരുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓഫ് കണ്ടീഷൻ. When the pointer on the timer knob is at the O position or 0 position, no component in the oven will operate. അപ്പോൾ ഓഫ് കണ്ടീഷൻ എന്ന് പറയുമ്പം അതിൻ്റെ അകത്തുള്ള, അതായത് പോയിൻ്റർ, ടൈമർ നോബിൻ്റെ മേലെയുള്ള പോയിൻ്റർ 0 പൊസിഷൻ്റെ അകത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പണൻസ് ഒന്നും ഓവൻ്റെ അകത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. ദ നെക്സ്റ്റ് വൺ വരുന്ന ഐഡിൽ കണ്ടീഷനാണ്. വെൻ ദ ഡോർ ഈസ് ക്ലോസ്ഡ്, ബോത്ത് ഡോർ ഇൻ്റർലോക്ക് സ്വിച്ചസ് ആർ ആക്ടിവേറ്റഡ്. നമ്മൾ ഡോറ് ക്ലോസ് ചെയ്തു, ഓവൻ്റെ ഡോറ് ക്ലോസ് ചെയ്തു, ഇൻ്റർലോക്ക് സ്വിച്ചസ്, 2 ഡോർ ഇൻ്റർലോക്ക് സ്വിച്ചസും ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ലാച്ച് സ്വിച്ചും ഉണ്ട്, അതുപോലെ റിയർ സേഫ്റ്റി സ്വിച്ചും ഉണ്ട്. അങ്ങനെ 2 സ്വിച്ചസാണ് ഓവനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. വെൻ എ കുക്കിംഗ് ടൈം ഈസ് സെലക്റ്റഡ്, ദ ടൈമർ സ്വിച്ച് കോണ്ടാക്ട്സ് ലീഡ് ടു ദ കുക്ക് റിലേ കോയിൽ ആൻഡ് ടൈമർ മോട്ടോർ ക്ലോസസ്. അപ്പോൾ ഈ 2 ഫ്രണ്ട് ലാച്ച് സ്വിച്ചും അതുപോലെ റിയർ സേഫ്റ്റി സ്വിച്ചും ഉണ്ട്. ഈ ഡോർ സ്വിച്ചസിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് പ്രോപ്പറായിട്ട് ഈ ഓവൻ വർക്ക് ചെയ്യണത്. ഈ ഡോർ സ്വിച്ച് ക്ലോസ് ചെയ്താൽ മാത്രമേ ഓവൻ വർക്ക് ആവുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സ്വിച്ചസാണ് ഡോർ ലാച്ച് സ്വിച്ചസ്.
കുക്കിംഗ് ടൈം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടൈമർ സ്വിച്ചിൻ്റെ കോണ്ടാക്ട്സ് കുക്കിങ്ങിൻ്റെ റിലേ കോയിലിനെ ഓപ്പറേറ്റ് ചെയ്യിക്കും ആൻഡ് ദ ടൈമർ മോട്ടർ ക്ലോസസ്. റിലേ കോയിൽ ഓപ്പറേറ്റ് ആവുന്നതോട് കൂടിയിട്ട് ടൈമർ മോട്ടർ ക്ലോസ്ഡ് ആവും. ദെൻ കുക്കിംഗ് കണ്ടീഷൻ, നെക്സ്റ്റ് ഫസ്റ്റ് വൺ പറഞ്ഞത് ഓഫ് കണ്ടീഷൻ, ദെൻ ഐഡിൽ കണ്ടീഷൻ, ദെൻ കുക്കിംഗ് കണ്ടീഷൻ. ദെൻ നമ്മൾ കുക്ക് സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞു. ആദ്യമേ നമ്മൾ ടൈമർ സെറ്റ് ചെയ്തു, റിലേ കോയിൽ കുക്ക് റിലേ കോയിൽ വർക്ക് ചെയ്തു, ടൈമർ മോട്ടോർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ലാസ്റ്റ് നമ്മൾ കുക്കിംഗ് കണ്ടീഷൻ എന്ന് പറയുമ്പം നമ്മൾ കുക്ക് ചെയ്യാനുള്ള ലാസ്റ്റിലാണ് കുക്ക് ചെയ്യാനുള്ള സ്വിച്ച് പ്രസ് ചെയ്യുന്നത്. കോയിൽ ഓഫ് ദി കുക്ക് റിലേ ഈസ് എനർജൈസ്ഡ്. കുക്ക് റിലേയുടെ കോയിൽ എനർജൈസ്ഡ് ആകും. അപ്പോൾ ആ കുക്ക് ചെയ്യാനുള്ള ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുന്നതോട് കൂടിയിട്ട് കോയിലിൻ്റെ കുക്ക് റിലേൻ്റെ കോയിൽ എനർജൈസ്ഡ് ആവും. കോയിലിൻ്റെ 5-6 ഓഫ് ദ റിലേ കോണ്ടാക്ട്സ് ക്ലോസ് ടു പ്രൊവൈഡ് എ കറണ്ട് പാത്ത് ടു ടൈമർ മോട്ടർ. അപ്പോൾ അതിനകത്ത് റിലേ കോയിലിൻ്റെ കോണ്ടാക്ട്സ് ക്ലോസ് ചെയ്തിട്ട് ടൈമർ മോട്ടറിലേക്കുള്ള കറണ്ട് പാത്ത് പ്രൊവൈഡ് ചെയ്യും. പ്രൊവൈഡ്സ് ദ ഹോൾഡിംഗ് സർക്യൂട്ട് വിച്ച് എനർജൈസസ് ദ കോയിൽ ഓഫ് ദ കുക്ക് റിലേ വെൻ ദ സ്റ്റാർട്ട് സ്വിച്ച് ഈസ് റിലീസ്ഡ്. ഇപ്പം സ്റ്റാർട്ട് സ്വിച്ച് നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് പ്രൊവൈഡ്സ് ദ ഹോൾഡിംഗ് സർക്യൂട്ട് വെൻ വിച്ച് എനർജൈസസ് ദ കോയിൽ ഓഫ് ദ കുക്ക് റിലേ. ഒരു ഹോൾഡിംഗ് സർക്യൂട്ട് പ്രൊവൈഡ് ചെയ്യും, കുക്ക് റിലേൻ്റെ കോയിൽ എനർജൈസ് ചെയ്യും വെൻ സ്റ്റാർട്ട് സ്വിച്ച് ഈസ് റിലീസ്. സ്റ്റാർട്ട് സ്വിച്ച് റിലീസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇത്രയും കാര്യങ്ങൾ നടക്കുന്നത്. ദെൻ ടെർമിനൽസ് 1, 3, 2, 4 രണ്ട് ടെർമിനൽസാണ്, രണ്ട് പെയർ ടെർമിനൽസാണ്. ക്ലോസ് ടു പ്രൊവൈഡ് എ കറണ്ട് പാത്ത് ടു. അപ്പോൾ ആദ്യമേ നമ്മൾ 5-6 ടെർമിനൽസാണ് ആദ്യമേ ക്ലോസ്ഡ് ആയത്. ദെൻ രണ്ടാമതായിട്ട് 1-3 ടെർമിനൽസും അതുപോലെ 2-4 ടെർമിനൽസും ഫിഗർ നെക്സ്റ്റ് കാണിക്കുന്നുണ്ട്. 1-3 ടെർമിനൽസും അതുപോലെ 2-4 ടെർമിനൽസും ക്ലോസ് ആയി. ഓവൻ ലൈറ്റ്, നമ്മൾ ഓവൻ്റെ അകത്ത് ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് പ്രോപ്പറായിട്ട് വ്യൂ ചെയ്യാനായിട്ട് ഫുഡ് കുക്കിംഗ് ശരിക്കും നടക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് വ്യൂ ചെയ്യാനായിട്ടും അതുപോലെ അതിൻ്റെ ഓൺ കണ്ടീഷൻ കാണിക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. ബ്ലോവർ മോട്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബ്ലോവർ മോട്ടർ എന്ന് പറയുമ്പം അതിൻ്റെ അകത്ത് പ്രോപ്പറായിട്ടുള്ള കൂളിംഗ് എയർ, പുറത്തു നിന്നും കൂളിംഗ് എയർ എടുക്കാനും അകത്തുള്ള ഹീറ്റ് എയർ പുറത്തേക്ക് എടുക്കാനും വേണ്ടിയിട്ടുള്ളതാണ് ബ്ലോവർ മോട്ടർ. ദെൻ സ്റ്റിറർ മോട്ടർ ഉണ്ട്. വരുന്ന മൈക്രോവേവ് റേഡിയേഷൻസിന് അല്ലെങ്കിൽ മൈക്രോവേവ് എനർജീനെ പ്രോപ്പറായിട്ട് എല്ലാ സൈഡിൽ നിന്നും ഒരുപോലെ ഫുഡിലേക്ക് എത്തിക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് സ്റ്റിറർ മോട്ടർ. ദെൻ ഒരു പവർ ട്രാൻസ്ഫോമർ കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. പവർ ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ലോ വോൾട്ടേജിനെ ഹൈ വോൾട്ടേജ് ആക്കി കൺവേർട്ട് ചെയ്തിട്ട് മാഗ്നട്രോണിലേക്ക് കൊടുക്കാനായിട്ടാണ് പവർ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്. ഇത്രയും ഡിവൈസ് അല്ലെങ്കിൽ ഇത്രയും പാർട്സിലേക്കുള്ള സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെർമിനൽസ് 1, 3, 2, 4 ക്ലോസ് ചെയ്യണത്. ദ ഫിലമെൻറ്റ് വൈൻഡിങ് ഓഫ് ദി പവർ ട്രാൻസ്ഫോമർ 3.2 വോൾട്ട് AC heats the magnetron filament and the output from the high voltage winding 1900 വോൾട്ട് AC ആണ് ഹൈ വോൾട്ടേജ് വൈൻഡിങ് വരുന്നത്. ഈ സെൻഡ് ടു വോൾട്ടേജ് ഡബിളർ സർക്യൂട്ട് കൺസിസ്റ്റിംഗ് ഓഫ് എ കപ്പാസിറ്റർ ആൻഡ് ഡയോഡ്. ഒരു പവർ ട്രാൻസ്ഫോമറിൻ്റെ അകത്ത് പവർ ട്രാൻസ്ഫോമർ ഉണ്ടെന്ന് പറഞ്ഞു. ഈ പവർ ട്രാൻസ്ഫോമറിൻ്റെ അകത്ത് 3 വൈൻഡിങ് ആണ് വരുന്നത്. പ്രൈമറി വൈൻഡിങ് വരുന്നുണ്ട്, ഫിലമെൻറ്റ് വൈൻഡിങ് വരുന്നുണ്ട്, അതുപോലെ ഹൈ വോൾട്ടേജ് വൈൻഡിങ്ങും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫിലമെൻറ്റ് വൈൻഡിങ് ഓഫ് ദ പവർ ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പം 3.2 വോൾട്ട് AC ആണ് അവിടെ വരുന്നത്. ആ 3.2 വോൾട്ട് AC ഉപയോഗിച്ചുകൊണ്ട് വിച്ച് ഹീറ്റ്സ് ദ മാഗ്നട്രോൺ ഫിലമെൻറ്റ്, മാഗ്നട്രോണിൻ്റെ ഫിലമെൻറ്റിനെ ഹീറ്റ് ചെയ്യും. ആൻഡ് ദി ഔട്ട്പുട്ട് ഫ്രം ദി ഹൈ വോൾട്ടേജ് വൈൻഡിങ് ഫിലമെൻ്റ് പ്രൈമറിയിലേക്ക് നമ്മൾ കൊടുത്തു. നമ്മുടെ 120 വോൾട്ട് AC ആണെന്നുണ്ടെങ്കിൽ 120 വോൾട്ട് AC പ്രൈമറിയിലേക്ക് കൊടുത്തു. ഫിലമെൻറ്റ് വൈൻഡിങ്ങിനകത്ത് കിട്ടുന്നത് 3.2 വോൾട്ട് AC ആണ് വരുന്നത്. 3.2 വോൾട്ട് AC ആണ് മാഗ്നട്രോൺ ഫിലമെൻറ്റിലേക്ക് കൊടുക്കുന്നത്. ഹൈ വോൾട്ടേജ് വൈൻഡിങ്ങിനകത്ത് 1900 വോൾട്ട് AC ആണ് നമുക്ക് കിട്ടുന്നത്. ആ 1900 വോൾട്ട് ACനെ പിന്നെ വോൾട്ടേജ് ഡബിളർ സർക്യൂട്ടിലേക്കാണ് കൊടുക്കുന്നത്. വോൾട്ടേജ് ഡബിളർ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് കപ്പാസിറ്ററും ഡയോഡുകളൊക്കെയാണ് ഉള്ളത്. ഈ 1900 വോൾട്ട് ഈസ് കൺവേർട്ടഡ് ടു അപ്രോക്സിമേറ്റ്ലി 3800 വോൾട്ട്. അപ്പോൾ ഡബിളർ സർക്യൂട്ടിനകത്തേക്ക് കൊടുക്കുമ്പം 1900 വോൾട്ട് ACനെ ഡബിൾ ചെയ്ത് 3800 വോൾട്ട് DC വരെ ആക്കി മാറ്റും. നെഗറ്റീവ് വോൾട്ടേജ് ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ബൈ ദ വോൾട്ടേജ് ഡബിളർ സർക്യൂട്ട് ആൻഡ് സെൻഡ് ടു ദ മാഗ്നട്രോൺ ട്യൂബ് അസംബ്ലി. എന്നിട്ട് അത് മാഗ്നട്രോൺ ട്യൂബ് അസംബ്ലിയിലേക്ക് കൊടുക്കും. ഈ നെഗറ്റീവ് 3800 വോൾട്ട് DC applied to the cathode of the magnetron tube causes it to oscillate and produce the 2450 MHz cooking frequency. അപ്പോൾ ഈ മാഗ്നട്രോൺ ട്യൂബിലേക്ക് നമ്മൾ 3800 വോൾട്ട് നെഗറ്റീവ് DC കൊടുക്കുന്ന സമയത്തേക്കും മാഗ്നട്രോൺ ട്യൂബ് ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് 2450 MHz കുക്കിംഗ് ഫ്രീക്വൻസിയിലുള്ള വേവ്സിനെ പ്രൊഡ്യൂസ് ചെയ്യണത്.
The RF energy produced by the magnetron tube is channeled through a waveguide into the cavity feed box, past the stirrer blade and into the cavity where the food is placed to be heated. അപ്പോൾ നമ്മളിങ്ങനെ മാഗ്നട്രോൺ ട്യൂബിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഹൈ ഫ്രീക്വൻസി വരുന്ന ആർ എഫ് എനർജീനെ ഒരു ചാനലിലൂടെ വേവ് ഗൈഡിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ചാനൽ ചെയ്ത് നമ്മുടെ കാവിറ്റി ഫീഡ് ബോക്സിനകത്തേക്ക് എത്തിച്ചു. അതിന് പിന്നെ അത് സ്റ്റിറർ ബ്ലേഡ് എന്തിനായിരുന്നു? സ്റ്റിറർ മോട്ടോർ വർക്ക് ചെയ്യണത് എല്ലാ ഭാഗത്തേക്കും എത്തിക്കാനായിട്ട്. സ്റ്റിറർ ബ്ലേഡിലൂടെ കടന്നു പോയിട്ട് എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ഫുഡ് വെക്കുന്ന കാവിറ്റീൻ്റെ അകത്തേക്ക് വന്ന് മൊത്തം ആ പോർഷന് ഹീറ്റ് ചെയ്യും. When the cooking time expires, the timer switch opens and the coil of the cooker relay is de-energized. നമ്മൾ കൊടുത്ത ടൈമറിൽ നമ്മൾ ആദ്യമേ സെറ്റ് ചെയ്ത് വെച്ച ആ ടൈം എക്സ്പയർഡ് ആകുമ്പം, ആ ടൈം കഴിഞ്ഞ് വരുമ്പം ടൈമർ സ്വിച്ച് ഓപ്പൺ ആവും, ടൈമർ സ്വിച്ച് ഓഫ് ആവും. ആൻഡ് ദ കോയിൽ ഓഫ് ദി കുക്കർ റിലേ ഈസ് ഡി-എനർജൈസ്ഡ്. കുക്കർ റിലേൻ്റെ കോയിൽ ഡി-എനർജൈസ്ഡ് ആവുകയും ചെയ്യും. ഇനി നെക്സ്റ്റ് നടക്കുന്ന കാര്യങ്ങളാണ് ഇത്. ലാസ്റ്റിൽ നമ്മൾ ടൈമർ സ്വിച്ച് ഓപ്പൺ ആവുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നടക്കുന്ന കാര്യങ്ങളാണ്. ഓവൻ ലൈറ്റ് ഗോസ് ഓഫ്. നോർമലി ഓഫായി ഓവൻ്റെ ലൈറ്റ് ഓഫ് ആവും. ഹൈ വോൾട്ടേജ് ഈസ് കട്ട് ഓഫ് ഫ്രം ദി മാഗ്നട്രോൺ, സോ നോ RF എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ്. മാഗ്നട്രോണിലേക്ക് കൊടുക്കുന്ന ഹൈ വോൾട്ടേജ് പവർ ട്രാൻസ്ഫോമറിലെ ഹൈ വോൾട്ടേജ് വൈൻഡിങ്ങിൽ നിന്നും വരുന്ന ഹൈ വോൾട്ടേജിൻ്റെ മാഗ്നട്രോണിലേക്ക് പിന്നെ കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ അവിടെ RF എനർജി പ്രൊഡ്യൂസ് ചെയ്യുകയില്ല. ടൈമർ ബെല്ല് റിങ് ചെയ്യും ടു ഇൻഡിക്കേറ്റ് ദി എൻഡ് ഓഫ് ദി കുക്കിംഗ് സൈക്കിൾ. കുക്കിംഗ് സൈക്കിൾ കഴിഞ്ഞു എന്നറിയിക്കാനായിട്ട് ടൈമർ ബെല്ല് റിങ് ചെയ്യും. ഓവൻ ഹാസ് റിവേർട്ടഡ് ടു ഇറ്റ്സ് ഓഫ് പൊസിഷൻ. ഓവൻ തിരിച്ച് അതിൻ്റെ ഓഫ് പൊസിഷനിലേക്ക് തന്നെ പോകുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഒരു മൈക്രോവേവ് ഓവൻ്റെ വർക്കിംഗ് ആയിട്ട് വരുന്ന വർക്കിങ്ങും അതിൻ്റെ പാർട്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അതിനകത്ത് ട്രബിൾ ഷൂട്ടിംഗ് ചാർട്ടാണ് പറയുന്നത്. എന്തൊക്കെ പ്രോബ്ലംസ് ആണ് വരാനായിട്ട് ചാൻസ് ഉള്ളത്, അതിൻ്റെ പോസിബിൾ കോസസ് എന്താണ്, അല്ലെങ്കിൽ റെമഡീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് ലൈൻ ഫ്യൂസ് ബ്ലോസ് വെൻ പവർ കോഡ് ഈസ് പ്ലഗ്ഡ് ഇൻ ടു വാൾ റിസപ്റ്റക്കിൾ. നമ്മൾ പവർ കോഡ് വാളിൽ റിസപ്റ്റക്കിളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ തന്നെ ലൈൻ ഫ്യൂസ് ബ്ലോൺ ഔട്ടായി പോവുകയാണ്. ഇത് ഓഫ് കണ്ടീഷനിൽ പോസിബിളായിട്ടുള്ള കോസും പ്രോബ്ലംസും ആണ്. ഷോർട്ടഡ് വയർ ഇൻ ദ പവർ കോഡിൽ എവിടെയെങ്കിലും ഷോർട്ടഡ് വയർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വയർ ഹാർനസ് ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? കോഡ് മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ വയറിങ് ചെക്ക് ചെയ്യാം. ദെൻ കുക്കിംഗ് കണ്ടീഷനിൽ വരുന്ന കാര്യങ്ങളാണ് ഇനി നെക്സ്റ്റ് ആയിട്ട് പറയുന്നത്. ബ്ലോവർ മോട്ടർ ഇനോപ്പറേറ്റീവ്. അതായത് ബ്ലോവർ മോട്ടർ വർക്ക് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ ഡിഫക്റ്റീവ് ആയിരിക്കും, നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഓപ്പൺ സർക്യൂട്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഓപ്പൺ വയറിംഗ് ഇൻ ദ സർക്യൂട്ട് ബ്ലോവറിൻ്റെ അകത്ത് ഓപ്പൺ വയറിംഗ് ഉണ്ടായിരിക്കും, നമ്മൾ വയറിംഗ് ചെക്ക് ചെയ്യുക. ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഓവൻ ലോഡ് ബട്ട് ഓവൻ കാവിറ്റി ലൈറ്റ് ഡസ് നോട്ട് ഇലുമിനേറ്റ്. ഓവൻ ലോഡ് കണ്ടീഷനിനകത്ത് ഓവനിൽ ഹീറ്റൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ കാവിറ്റി ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എന്തായിരിക്കും? ഒന്നുകിൽ കാവിറ്റി ലൈറ്റിയുടെ ബൾബ് ബേൺ ഔട്ടായി പോയിട്ടുണ്ടാകും, അങ്ങനെയാണെങ്കിൽ അത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ എവിടെയെങ്കിലും വയറിംഗ് സർക്യൂട്ടിനകത്ത് ഓപ്പൺ സർക്യൂട്ട് വന്നിട്ടുണ്ടാകും, അങ്ങനെയാണെങ്കിൽ വയറിംഗ് ചെക്ക് ചെയ്യാം. ദെൻ ഓവൻ കാവിറ്റി ലൈറ്റ് ഡസ് നോട്ട് ഇലുമിനേറ്റ് ആൻഡ് നോ ഹീറ്റിംഗ്. ഓവൻ കാവിറ്റി ലൈറ്റ് വർക്ക് ചെയ്യുന്നുമില്ല, അവിടെ ഹീറ്റിങ്ങും നടക്കുന്നില്ല. നേരത്തെ ഹീറ്റിംഗ് ഉണ്ടായിരുന്നു, ഇവിടെ ഹീറ്റിങ്ങും നടക്കുന്നില്ല. കുക്കറിൽ എന്തെങ്കിലും ഡിഫക്റ്റീവായിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടായിരിക്കും, അങ്ങനെയാണെങ്കിൽ ചെക്ക് ചെയ്യുക, റീപ്ലേസ് ചെയ്യുക ആവശ്യമായിട്ട് വരികയാണെങ്കിൽ. ദെൻ ഡിഫക്റ്റീവ് തെർമോ കട്ടൗട്ടിനകത്ത് എന്തെങ്കിലും ഡിഫക്റ്റീവായിട്ടുള്ള എന്തെങ്കിലും ഡിഫക്ട്സ് വന്നിട്ടുണ്ടായിരിക്കും, സോ അതിനെ റീപ്ലേസ് ചെയ്യുക. വയറിംഗ് സർക്യൂട്ടിനകത്ത് തെർമോ കട്ടൗട്ടിലേക്കുള്ള വയറിംഗ് സർക്യൂട്ടിനകത്ത് ഓപ്പൺ സർക്യൂട്ട് വന്നാലും ഉണ്ടാവും, നമ്മൾ എന്ത് ചെയ്യേണ്ട? വയറിംഗ് ചെക്ക് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വരുന്ന ഓവൻ ഗോസ് ഇൻ ടു കുക്ക് സൈക്കിൾ ബട്ട് സ്റ്റിറർ മോട്ടർ ഇനോപ്പറേറ്റീവ്. ഓവൻ കുക്ക് സൈക്കിളിലേക്കൊക്കെ കടക്കുന്നുണ്ട്, പക്ഷേ സ്റ്റിറർ മോട്ടർ ഇനോപ്പറേറ്റീവ് ആണ്. സ്റ്റിറർ മോട്ടർ ഇനോപ്പറേറ്റീവ് ആണെങ്കിൽ എന്താണ് അതിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മൈക്രോവേവ് എനർജി കംപ്ലീറ്റ് ആയിട്ടും അതിൻ്റെ അകത്തേക്ക് എത്തില്ല. അതിൻ്റെ ഡിഫക്റ്റീവ് സ്റ്റിറർ മോട്ടർ ആണെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യുക. വയറിംഗ് സർക്യൂട്ടിനകത്ത് ഓപ്പൺ സർക്യൂട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വയറിംഗ് ചെക്ക് ചെയ്യാം. ദെൻ ഓവൻ കുക്കിംഗ് ലൈറ്റ് ഇൻഡിക്കേറ്റ്സ് സൈക്കിൾ ബട്ട് ലൈറ്റ് ഓർ നോ ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇറ്റ് ദ ഓവൻ ലോഡ്. ഓവൻ കുക്കിംഗ് ലൈറ്റ് അതിൻ്റെ സൈക്കിൾ കാണിക്കുന്നുണ്ട്, ബട്ട് ലിറ്റിൽ ഓർ നോ ഹീറ്റ്, ചെറുതായിട്ടോ അല്ലെങ്കിൽ ഒട്ടും ഹീറ്റ് അതിൻ്റെ അകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഷോർട്ടഡ് ആയിട്ടുള്ള ഹൈ വോൾട്ടേജ് സർക്യൂട്ട് ആയിരിക്കും ബിറ്റ്വീൻ ദ വോൾട്ടേജ് ഡബിളർ സർക്യൂട്ട് ആൻഡ് മാഗ്നട്രോണിൻ്റെയും വോൾട്ടേജ് ഡബിളർ സർക്യൂട്ടിൻ്റെയും ഇടയ്ക്ക് എവിടെയെങ്കിലും ഷോർട്ട് സർക്യൂട്ട് വന്നിട്ടുണ്ടായിരിക്കും, നമ്മൾ ചെക്ക് ചെയ്യുക. ദെൻ ഡിഫക്റ്റീവ് പവർ ട്രാൻസ്ഫോമറിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യുക. ദെൻ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഡയോഡ് ഉണ്ടാവാം. ദെൻ ഡിഫക്റ്റീവ് ആയിട്ട് ഹൈ വോൾട്ടേജ് കപ്പാസിറ്ററിന് പ്രശ്നങ്ങൾ ഉണ്ടാവാം. ദെൻ മാഗ്നട്രോണിൽ ഡിഫക്റ്റീവ് ആവാം. ദെൻ റിയർ ഡോർ സേഫ്റ്റി സ്വിച്ച് ഡിഫക്റ്റീവ് ഓർ ഔട്ട് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ്. റിയർ ഡോർ സേഫ്റ്റി സ്വിച്ച് ഡിഫക്റ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ ഔട്ട് ഓഫ് അഡ്ജസ്റ്റ്മെൻ്റ് ആവാം. ചെക്ക് ആൻഡ് റീപ്ലേസ് ഇഫ് നെസസറി. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് നമ്മൾ ചെക്ക് ചെയ്യുക. അത്
ആവശ്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. ദെൻ ഓവൻ ഡസ് നോട്ട് ഗോ ഇൻ ടു കുക്ക് സൈക്കിൾ വെൻ കുക്ക് സ്വിച്ച് ഇസ് ആക്ടിവേറ്റഡ്. നമ്മൾ കുക്ക് സ്വിച്ച് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓവൻ എന്ത് ചെയ്യുന്നില്ല, കുക്ക് സൈക്കിളിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഒന്നുകിൽ എന്തായിരിക്കും, ടൈമർ സ്വിച്ചിൻ്റെ കോണ്ടാക്ട്സ് ഡിഫക്റ്റീവ് ആയിരിക്കും, ഫ്രണ്ട് ലാച്ച് സ്വിച്ച് ഡിഫക്റ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ ഔട്ട് ഓഫ് അഡ്ജസ്റ്റ്മെൻ്റ് ആവാം. ദെൻ ഡിഫക്റ്റീവ് കുക്ക് സ്വിച്ച് ഡിഫക്റ്റീവ് ആവാം, അങ്ങനെയാണെങ്കിൽ റീപ്ലേസ് ചെയ്യുക. ദെൻ ഡിഫക്റ്റീവ് ആയിട്ടുള്ള കുക്ക് റിലേ ആവാം. ദെൻ ഓപ്പൺ വയറിംഗ് ബിറ്റ്വീൻ ദ കമ്പണൻസിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഓപ്പൺ വയറിംഗ് ഉണ്ടെങ്കിലും അതുപോലെ ഉണ്ടാവാം. സോ നമ്മൾ എന്ത് ചെയ്യുക, വയറിംഗ് എല്ലാം പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വരുന്നൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഓവൻ ഗോസ് ഇൻ ടു കുക്ക് സൈക്കിൾ ബട്ട് ടൈമർ ഡസ് നോട്ട് ടൈമർ ഔട്ട്. ഓവൻ കുക്ക് സൈക്കിളിലേക്കൊക്കെ പോകുന്നുണ്ട്, പക്ഷേ ടൈമർ ഔട്ട് ആവുന്നില്ല. അപ്പോൾ ടൈമർ മോട്ടറിലുള്ള കംപ്ലയിൻ്റ് ആയിരിക്കും. നമ്മൾ വയറിംഗ് എല്ലാം ചെക്ക് ചെയ്യുക. ടൈമർ മോട്ടറിലേക്കുള്ള വയറിങ്ങിൽ എന്തെങ്കിലും പ്രശ്നം, ഓപ്പൺ സർക്യൂട്ട് ഉണ്ടാവുകയാണെങ്കിലും അങ്ങനെ ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യുക, വയറിങ് ചെക്ക് ചെയ്യുക. ദെൻ ഓവൻ ഗോസ് ഇൻ ടു കുക്ക് സൈക്കിൾ ബട്ട് ഷട്ട് ഡൗൺസ് ബിഫോർ ദ എൻഡ് ഓഫ് ദ സൈക്കിൾ. ഓവൻ കുക്ക് സൈക്കിളിലേക്ക് കടക്കുന്നുണ്ട്, പക്ഷേ സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നതിൻ്റെ മുമ്പേ ഷട്ട് ഡൗൺ ആയി പോവുകയാണ്. തെർമോ കട്ടൗട്ടിൽ ഓപ്പൺ സർക്യൂട്ട് വരുമ്പോഴാണ് അങ്ങനെ ഉണ്ടാവാറുള്ളത്. ദെൻ പവർ സോഴ്സ് ഫ്യൂസ് ബ്ലോസ് വെൻ ദ കുക്ക് സ്വിച്ച് ഈസ് ഡിപ്രസ്ഡ്. കുക്ക് സ്വിച്ച് നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പം പവർ ഫ്യൂസ് ബ്ലോ ചെയ്യുന്നുണ്ട്. ഡിഫക്റ്റീവ് പവർ ട്രാൻസ്ഫോമർ ആയിരിക്കാം, അങ്ങനെയാണെങ്കിൽ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. ദെൻ സെക്കൻഡറി സർക്യൂട്ട് ഓഫ് ദ പവർ ട്രാൻസ്ഫോമർ ഈസ് ഷോർട്ടഡ് ആൻഡ് റീപ്ലേസ്ഡ്. അപ്പോൾ സെക്കൻഡറി സർക്യൂട്ട് ഓഫ് ദ പവർ ട്രാൻസ്ഫോമറിൽ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് വന്നു കഴിഞ്ഞാലും സെയിം കണ്ടീഷൻ ഉണ്ടാവും. സോ നമ്മൾ എന്ത് ചെയ്യുക, അതിന് ട്രാൻസ്ഫോമറിനെ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക.